ഹായ് ഓൾ എസ് എസ് ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഹിസ്റ്ററിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. നെറ്റിന് മാത്രമല്ല സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും യൂസ്ഫുൾ ആണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. സെറ്റ് ഹിസ്റ്ററിക്ക് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. നെറ്റിൻ്റെ സെയിം ക്വസ്റ്റ്യൻസ് എടുത്ത് ചോദിക്കാറുമുണ്ട്. തീർച്ചയായിട്ടും സെറ്റിനും നെറ്റിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതാണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള നമുക്ക് പ്രചോദനം. തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ സെറ്റ് ഹിസ്റ്ററിയുടെ PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയൊരു എമൗണ്ടിനാണ് നിങ്ങൾക്ക് PDF അവൈലബിൾ ആകുന്നത്. ഓക്കെ, ആദ്യ ചോദ്യം, അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ ഇന്ത്യ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ആക്ട്, തഗ്ഗി ആക്ട്, അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ ബ്രിട്ടൻ. അതിൻ്റെ വർഷങ്ങളും കൊടുത്തിട്ടുണ്ട്. 1820, 1836, 1843, 1870. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ ഇന്ത്യ വരുന്നത് ഏത് ഇയറിലാണ്? അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ ഇന്ത്യ വരുന്നത് 1843-ലാണ്. 1843-ലാണ് വരുന്നത്. നെക്സ്റ്റ്, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ആക്ട് വരുന്നതെന്നാണ് 1870-ലാണ്. ആൻഡ് തഗ്ഗി ആക്ട് വരുന്നത് 1836-ലും. അതുപോലെ അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ ബ്രിട്ടൻ വരുന്നത് 1820-ലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ ബ്രിട്ടൻ 1820-ലാണ് നടക്കുന്നത്. D1 വരുന്ന ഓപ്ഷനാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം എന്തായാലും നമുക്കറിയാം, ബ്രിട്ടനിൽ അബോളിഷ് ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, സ്ലേവറി അബോളിഷ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഒരു ലേറ്റർ ഇയർ ആയിരിക്കും ഇന്ത്യയിൽ വരുന്നത്. തീർച്ചയായിട്ടും ഇതാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് 2 ഓക്കെ, അബോളിഷൻ ഓഫ് സ്ലേവറി ഇന്ത്യ വരുന്നത് എന്നാണ് 1843. ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് ആക്ട് വരുന്നത് 1870. തഗ്ഗി ആക്ട് 1836. ആൻഡ് അബോളിഷൻ ഓഫ് സ്ലേവറി ഇൻ ബ്രിട്ടൻ വരുന്നത് 1820. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. ദ അജന്ത ആർട്ട് ഡെപ്പിക്റ്റഡ് ദ മദർ ഓഫ് ബുദ്ധ ഇൻ ദ ഫോം ഓഫ്. അജന്ത ആർട്ടിൽ ബുദ്ധൻ്റെ മദറിനെ ഏത് രൂപത്തിലാണ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്? എഥീനിയൻ മാട്രൺ, അപ്പോളോ, യക്ഷി ആൻഡ് യാമി. ഓക്കെ, അജന്ത ആർട്ട് ഡെപ്പിക്റ്റഡ് ദ മദർ ഓഫ് ബുദ്ധ ഇൻ ദി ഫോം ഓഫ് എഥീനിയൻ മാട്രൺ, അപ്പോളോ, യക്ഷി ആൻഡ് യാമി. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ 1 ആണ്. എഥീനിയൻ മാട്രൺ ഫോമിലാണ് അജന്ത ആർട്ടിൽ ബുദ്ധയുടെ മദറിനെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. മറന്നു പോകരുത്, എഥീനിയൻ മാട്രനാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇൻ വിച്ച് ഇയർ ദ ഫേമസ് നോവൽ ആനന്ദമഠ് ഓഫ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വാസ് പബ്ലിഷ്ഡ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ്മഠ് എന്ന് പറയുന്ന നോവൽ ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തത്? 1880, 1881, 1882, 1883. ഏത് ഇയറിലാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ 1882 ആണ്. 1882-ലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ്മഠ് എന്ന് പറയുന്ന നോവൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് സെഡ് ടു ഹാവ് കോസ്ഡ് വാൻറ്റൺ ഡിസ്ട്രക്ഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ഓഫ് നളന്ദ ആൻഡ് വിക്രംശില. നളന്ദ, വിക്രംശില യൂണിവേഴ്സിറ്റികളെ തകർത്തതായിട്ട് പറയപ്പെടുന്നത് ആരുടെ ആക്രമണം കൊണ്ടാണ്, അല്ലെങ്കിൽ ആരുടെ സമയത്താണ്, അല്ലെങ്കിൽ ആരാണ് അത് ആക്രമിച്ചത്? കൊബാച്ച, യാൽദുസ്, ബക്തിയാർ ഖൽജി ആൻഡ് ഇൽതുമിഷ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 3 ആണ്. ബക്തിയാർ ഖൽജിയാണ് ഈ ഒരു നളന്ദ വിക്രംശില യൂണിവേഴ്സിറ്റി തകർത്തതായിട്ട് പറയുന്നത്. നമുക്കറിയാം ഇൽതുമിഷിൻ്റെ സമയത്ത്, ഇൽതുമിഷിൻ്റെ മുന്നേ ആയിട്ട്, അതായത് മുഹമ്മദ് ഗോറിയുടെ സമയത്ത് ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നുണ്ട്. മുഹമ്മദ് ഗോറിയുടെ സമയത്ത് ബീഹാർ, ബംഗാൾ റീജിയനിൽ ആക്രമണം നടത്തിയത് ആരാണ്? ബക്തിയാർ ഖൽജിയാണ്. അദ്ദേഹമാണ് ഈ ഒരു നളന്ദ വിക്രംശില യൂണിവേഴ്സിറ്റി തകർത്തത്. ഓക്കെ,
നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ദിസ് നോട്ട് റെഫർ ടു ഫോം ആൻഡ് സ്റ്റൈൽ ഓഫ് മെഗാലിറ്റിക് ബറിയൽ. മെഗാലിറ്റിക് ബറിയലിൻ്റെ സ്റ്റൈലിലും ഫോമിലും വരാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഡോൾമെൻ, ആൾട്ടാർ, പിറ്റ്സ് ആൻഡ് പോത്തോൾ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഡോൾമെൻ, ആൾട്ടാർ ആൻഡ് പിറ്റ്സ് ആൻഡ് പോത്തോൾ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ആൾട്ടാർ ആണ് വരുന്നത്. കറക്റ്റ് ഓപ്ഷൻ ആൾട്ടാർ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ദ ലോവർ കാറ്റഗറി ഓഫ് ഒഫീഷ്യൽസ് എമംഗ് പുലീസ harsh measures to replenish the treasury during an emergency. Practice of schooling officers on tour under the Mauryas. The Kumara associated with Manamedisha. Samba, Anusamyana, Gevaya and Pranayakriya. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് കാണിക്കാം. ദ ലോവർ കാറ്റഗറി ഓഫ് ഒഫീഷ്യൽസ് എമംഗ് ദി പുലീസ ഏതാണ് വരുന്നത്? ഓപ്ഷൻ 2 ആണ് വരുന്നത്. അനു സംയാന എന്നുള്ളതാണ്. അതുപോലെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദ ലോവർ കാറ്റഗറി ഓഫ് ഒഫീഷ്യൽസ് എമംഗ് പുലീസ എന്നുള്ളത് വരുന്നത് ഏതാണ്? ഇതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ജേവായ എന്നുള്ളതാണ്. ഹാർഷ് മെഷേഴ്സ് ടു റിപ്ലനിഷ് ദ ട്രഷറി ഡ്യൂറിങ് എൻ എമർജൻസി ഏതാണ് വരുന്നത്? ഓപ്ഷൻ 4 ആണ്. പ്രാണയക്രിയ എന്നുള്ളതാണ്. പ്രാക്ടീസ് ഓഫ് സ്കൂളിംഗ് ഓഫീസേഴ്സ് ഓൺ ടൂർ അണ്ടർ ദി മൗര്യാസ് അതേതാണ് വരുന്നത്? ഓപ്ഷൻ 2 അനുസംയാന എന്നുള്ളതും ആൻഡ് ദ കുമാര അസോസിയേറ്റഡ് വിത്ത് മനമേദിശ ഏതാണ്? സാമ്പ എന്നുള്ളതുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ 3 ആണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ആർ ദ കറക്റ്റ് ഓതർ ക്രോണിക്കിൾസ് ഓർ ബുക്ക് കോമ്പിനേഷൻ? കറക്റ്റ് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. അബൂ ഫസൽ അക്ബർനാമ, സിയാവുദ്ദീൻ ബറാനി, ഫത്വായി ജഹാന്താരി, നിസാമുദ്ദീൻ അഹമ്മദ് താരിഖി ഷേർഷാഹി, അമീർ ഖുസ്രോ തബക്കാത്തി അക്ബരി, കാഫി ഖാൻ താരിഖി ദാവൂദി. ഇതിലേതാണ് കറക്റ്റ് ഓതർ ആൻഡ് ബുക്ക് ചോദിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഓപ്ഷൻ എ അബൂ ഫസൽ എഴുതിയ വർക്കാണ് ഇത് അക്ബർനാമ. അപ്പോൾ അത് ശരിയായിട്ടുള്ളതാണ്. സിയാവുദ്ദീൻ ബറാനി എഴുതിയിട്ടുള്ള വർക്കാണ് ഇത് ഫത്വാ-ഇ ജഹന്താരി. സിയാവുദ്ദീൻ ബറാനിയുടെ വർക്കാണ്. ഓക്കെ, താരിഖി ഫിറോസ് ഷാഹിയും എന്നാലും ഫത്വാ-ഇ ജഹാന്താരിയും ഓദർ ചെയ്തതാരാണ്? അതും സിയാവുദ്ദീൻ ബറാനിയാണ്. ഇനി നിസാമുദ്ദീൻ അഹമ്മദ് എഴുതിയ വർക്കാണോ താരിഖി ഷേർഷാഹി? അല്ല. നിസാമുദ്ദീൻ അഹമ്മദ് എഴുതിയ വർക്ക് ഏതാണ്? തബക്കാത്തി അക്ബരിയാണ്. നിസാമുദ്ദീൻ അഹമ്മദ് എഴുതിയിട്ടുള്ള വർക്ക് തബക്കാത്തി അക്ബരിയാണ്. അതുപോലെ താരിഖി ഷേർഷാഹി എഴുതിയ അബ്ബാസ് ഖാൻ ഷെർവാണിയാണ് താരിഖി ഷേർഷാഹി എഴുതിയിട്ടുള്ളത്. ഓക്കെ, അബ്ബാസ് ഖാൻ ഷെർവാണിയാണ് താരിഖി ഷേർഷാഹി എഴുതിയിട്ടുള്ളത്. അപ്പോൾ എയും ബിയും ആണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3 ആണ്. എ ബി ഓൺലി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമ്മുടെ PDF ബാച്ചിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്